യേശുവിനോട് ഏറ്റവും അരികെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ്റെ പീഡാനുഭവ പ്രവചനവും സെബെദെപുത്രന്മാരുടെ അമ്മയുടെ ആവശ്യവും അഭ്യർത്ഥനയുമാണ് സുവിശേഷം. 3 പാദങ്ങളായി നമുക്ക് ഈ സുവിശേഷത്തെ ക്രമപ്പെടുത്താമെങ്കിൽ, 1. പീഡാനുഭവ മരണ ഉത്ഥാനത്തിൻ്റെ പ്രവചനം. 2. സെബെദെപുത്രന്മാരുടെ അമ്മ നിത്യതയുടെ സമ്മാനം അത്യുന്നത ആഗ്രഹത്താൽ യേശുവിനോട് ചോദിക്കുന്നു. 3. ക്രിസ്തു നിത്യതയുടെ ആത്മീയത അവരോട് പറഞ്ഞു. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. പ്രിയരെ, നിത്യതയുടെ സന്തോഷം ദാഹിക്കുന്നവർക്ക് മരണം എന്നത് ക്രിസ്തുവിനോട് ചേർന്ന് ഒരു വഴി മാത്രമാണ്. എന്നാൽ ഈ ഭൂമിയിൽ മരണത്തെ നാം ഭയപ്പെടുന്നത് നമ്മുടെ സഹനങ്ങളെ നമുക്ക് സഹിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ, സഹനങ്ങളിൽ ക്രിസ്തുവിനെ കാണാതെ വരുമ്പോൾ ഒക്കെയാണ്. യേശുവിലൂടെ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് മരിക്കാത്ത ജീവനാണ്, അഥവാ നിത്യതയാണ്. അതാണ് സെബെദെപുത്രന്മാരുടെ അമ്മ ചോദിക്കുന്നത്. ശിഷ്യന്മാരിലേക്ക് അസൂയ കുത്തിവെച്ച ഏറ്റവും വലിയ ചോദ്യമായിരുന്നു അത് അവളുടെ മക്കളോടുള്ള സ്വാർത്ഥ സ്നേഹത്തിൽ പറയുമ്പോൾ, കർത്താവ് അതിനെ നിത്യതയുടെ സ്നേഹത്തിൽ ചാലിച്ച് അവർക്ക് വിളമ്പി നൽകുന്നുണ്ട്. എവിടെ നിന്നുമാണ് അവൾക്ക് ഈ ചോദ്യം ചോദിക്കുവാൻ ധൈര്യം വന്നത്, അറിവ് വന്നത്? സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയും, ദൈവം മനുഷ്യരുടെ ഹൃദയത്തിൽ നിത്യത നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന്. കാരണം നാം ദൈവഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിനോട് നാം ചോദിക്കുമ്പോൾ നിത്യതയോളം ഉള്ള വലിയ ആഗ്രഹങ്ങൾ തന്നെ ചോദിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് മാത്രമേ നിത്യതയുടെ വലിയ സത്യങ്ങൾ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. വെറും വചനങ്ങളല്ല നാം വിശ്വസിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകമുള്ള വചനത്തിലും ആ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനത്തിലും ക്രിസ്തു ഇടപെടലിലുമാണ് നാം വിശ്വസിക്കുന്നത്. രണ്ടാമതായി, നിത്യതയുടെ യഥാർത്ഥ മഹത്വ സത്യം. എളിമയുടെ ശുശ്രൂഷയാണ് നിത്യതയിലേക്ക് നീ ഉയരുവാനുള്ള നിന്റെ ജീവിതത്തിൽ നീ ചെയ്യേണ്ട ആദ്യത്തെ ധർമ്മം, അഥവാ കർമ്മം. അത് വലിയവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനം പറയും, എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം എന്ന്. രണ്ടാമതായി, ദാസനാകണം എന്ന വലിയ ബോധ്യവും സത്യവുമാണ്. വചനം വളരെ വ്യക്തമായി പറയും, നീ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാവരുടെയും ദാസനായിരിക്കണം. അധികാര ദാഹത്തിലൂടെയല്ല നിത്യതയുടെ മഹത്വം നാം സ്വന്തമാക്കേണ്ടത്. കാരണം കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, പ്രത്യുത ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും വേണ്ടിയാണ്. പ്രിയരെ, നിത്യതയുടെ 3 സത്യങ്ങൾ: 1. എളിമ, 2. ദാസ്യത്വം, 3. ജീവൻ നൽകൽ. ഈ തപസ്സുകാലത്തിൽ നമുക്ക് നിത്യതയോളം വലിപ്പമുള്ള ആത്മീയ ദാഹത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് ആയിരിക്കുകയും ചോദിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, ഒറ്റയ്ക്കു വിടുകയില്ല,
മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി. യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി. യേശുവൻ്റെ കൂടെ മതി. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല. തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ. നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ. വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ. വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും. മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോടു പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി. യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി. യേശുവൻ്റെ കൂടെ മതി.